ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൂന്നാമത്തെ ടാബായ പേജ് ലേഔട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പേജ് ലേഔട്ടിൽ 5 ഗ്രൂപ്പുകളാണുള്ളത്. തീംസ്, പേജ് സെറ്റപ്പ്, പേജ് ബാക്ക്ഗ്രൗണ്ട്, പാരഗ്രാഫ്, അറേഞ്ച്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ പേജ് ലേഔട്ട് എന്ന് പറയുമ്പം ഒരു പേജിനെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിനെ ഏത് രീതിയിലൊന്ന് ലേഔട്ടൊക്കെ കൊടുത്ത് ഭംഗിയാക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പേജിൽ ഒരു പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോൾ ആ ഒരു പേജിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. ആദ്യം പേജിനൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം. അതിനുശേഷം അതിനൊരു തീം വേണം. തീമിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് എഴുതാൻ ഉദ്ദേശിക്കുന്ന പാരഗ്രാഫുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പേജ് ലേഔട്ടിൽ ആദ്യം ഒരു പേജിന് ബാക്ക്ഗ്രൗണ്ട് വേണം, പിന്നെ അതിലൊരു തീം വേണം, തീമിലെ കാര്യങ്ങൾ പാരഗ്രാഫുകളായിട്ട് അറേഞ്ച് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ പേജ് ഒരു സെറ്റപ്പായി മാറും. അപ്പോൾ പേജ് ലേഔട്ടിലെ ടാബ് ഗ്രൂപ്പുകളാണ് തീംസ്, പേജ് സെറ്റപ്പ്, പേജ് ബാക്ക്ഗ്രൗണ്ട്, പാരഗ്രാഫ്, അറേഞ്ച്. അടുത്ത ടാബ് എന്ന് പറയുന്നത് റെഫറൻസസ് ടാബാണ്. റെഫറൻസസ് ടാബിലെ ഗ്രൂപ്പുകളാണ് ടേബിൾ ഓഫ് കണ്ടൻസ്, ഫുട് നോട്ട്സ്, സിറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി, ക്യാപ്ഷൻസ്, ഇൻഡെക്സ്, ടേബിൾ ഓഫ് അതോറിറ്റീസ്. അപ്പോൾ റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നൊക്കെ എടുക്കുന്നു ആ ഒരു രീതിയിലാണ് കാണേണ്ടത്. അപ്പോൾ അതിന് 2 ടേബിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, ടേബിൾ ഓഫ് കണ്ടൻസും ടേബിൾ ഓഫ് അതോറിറ്റീസും. അതിനുശേഷം ഫുട് നോട്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ താഴെ എഴുതുന്നതിനെയാണ് ഫുട് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫുട് നോട്ട്സ്, സിറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി, ക്യാപ്ഷൻസ്, ഇൻഡെക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ എല്ലാം ഒരു റെഫറൻസിൻ്റെ ടാബിനകത്ത് വരുന്ന ഗ്രൂപ്പുകളാണ്. ടേബിൾ ഓഫ് കണ്ടൻസ്, ഫുട് നോട്ട്സ്, സിറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി, ക്യാപ്ഷൻസ്, ഇൻഡെക്സ്, ടേബിൾ ഓഫ് അതോറിറ്റീസ്. അടുത്ത ടാബ് എന്ന് പറയുന്നത് മെയിലിങ്സ് ആണ്. മെയിലിങ്സിനെ നമുക്ക് നമ്മളൊരു മെയിൽ അയക്കുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ആ ഒരു രീതിയിൽ പഠിക്കാവുന്നതാണ്. മെയിലിങ്സിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്കൊരു കണ്ടൻ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം സ്റ്റാർട്ട് മെയിൽ മറിച്ച്, അതായത് നമ്മൾ മെയിൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിലുള്ള കണ്ടൻറ്റ് റൈറ്റ് ചെയ്യണം. റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ എഴുതിയ കാര്യങ്ങളെല്ലാം ഒന്ന് പ്രിവ്യൂ ചെയ്യും. അപ്പോൾ അതാണ് പ്രിവ്യൂ റിസൾട്ട്. ലാസ്റ്റ് നമ്മൾ മെയിൽ സെൻഡ് ചെയ്യും, അതാണ് ഫിനിഷ്. അപ്പോൾ മെയിലിങ്സിൽ ഇത്രയും ഗ്രൂപ്പ്സ് ആണുള്ളത്: ക്രിയേറ്റ്, സ്റ്റാർട്ട് മെയിൽ മെർജ്, റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ്സ്, പ്രിവ്യൂ റിസൾട്ട് ആൻഡ് ഫിനിഷ്.